നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിൻ എനർജി അവർക്ക് എത്രത്തോളം കണക്റ്റ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങളോട് അവരെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നുമുള്ളൊരു എനർജിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ ഫേസും മനസ്സിൽ ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവാനും നിങ്ങൾ മനസ്സിൽ ചോദിക്കുന്ന മനസ്സിലുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ടൊരു ഇൻഫർമേഷൻസ് ലഭിക്കാനും വേണ്ടിയിട്ട്, കൂടാതെ ഇതുപോലൊരു റീഡിങ്സ് ഡിവൈനിൽ നിന്ന് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്ദിയുള്ളവരായി തീരുക. നിങ്ങൾ ഡിവൈനോട് നന്ദി പറയാനായിട്ട് നമുക്ക് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അതല്ല നിങ്ങളുടെ ഇമോഷൻസ് എന്തുമായിക്കോട്ടെ അത് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് എന്ത് ലഭിക്കുമ്പോഴും നമ്മളത് തിരിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും 100 ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക. പോസിറ്റീവാകുന്ന കാര്യങ്ങൾ ചെയ്താൽ, പോസിറ്റീവാകുന്ന മനസ്സോടുകൂടി എന്ത് ചെയ്താലും നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോസിറ്റീവാകുന്ന കാര്യങ്ങൾ വന്നു ചേരും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി നിങ്ങൾ ഓക്കെ ആക്കുക. ഈ ഒരു റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അതല്ല നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ പെയിനായിട്ട് നിൽക്കുന്നത്, എന്തൊക്കെയാണോ മറ്റൊരാളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് റൈറ്റ് ഹീലിംഗ് പോലെ എഴുതാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തു നോക്കിക്കോ. നിങ്ങൾ ഹീലായി വരുമെന്നുള്ളതിന് 100% ഞാൻ ഉറപ്പ് തരുന്നു. കാരണം പ്രപഞ്ചം നിങ്ങളെ കണക്റ്റ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകിയിരിക്കും കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നിങ്ങളുടെ സംശയങ്ങൾ ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. കൂടാതെ തന്നെ നമ്മളിതൊരു മൈൻഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഏത് വ്യക്തിക്കാണെങ്കിലും, മെയിലിനാണേലും ഫീമെയിലിനാണേലും ആർക്ക് വേണ്ടിയിട്ടാണേലും നിങ്ങൾക്ക് എല്ലാ റീഡിങ്സും കണക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ എനർജിയാണ് ജനറൽ റീഡിങ്സിൽ കണക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആരെയും സ്പെഷ്യലായിട്ട് എടുത്തു വെച്ച് പറയുന്നതല്ല. നിങ്ങൾക്ക് ഈ റീഡിങ്സ് ഓക്കെ ആയി, നാളത്തെ റീഡിങ്സ് ഓക്കെ ആയില്ലെങ്കിൽ നിങ്ങളത് വിട്ട് കളയുക എന്നതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നലെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞു എന്നുള്ള ചോദ്യവുമായിട്ട് ദയവ് ചെയ്ത് വരരുത്. വിവരം കെട്ട സംസാരത്തിൽ നിൽക്കാണ്ടിരിക്കുക കേട്ടോ. എപ്പോഴും ഒരു ലോജിക്കായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. നമ്മൾ ആരെയും കണക്റ്റ് ചെയ്തല്ല, നമ്മൾ പ്രാർത്ഥിച്ച് ഇന്ന് ഈ ഒരു എനർജി എടുക്കുക, ഇങ്ങനെ ഒരു റീഡിങ്സ് കൊടുക്കാമെന്ന് ചിന്തിച്ച് മാത്രം നിങ്ങളിലേക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുമെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്ത വിട്ടുകളയുക. നിങ്ങൾ പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക നിങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ളവർ. കാരണം പേഴ്സണൽ റീഡിങ്സിന് നിർബന്ധിക്കാത്തത് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെയും ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ കൈ നനയാതെ മീൻ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ജനറൽ റീഡിങ്സിൽ തൃപ്തിപ്പെടുക കേട്ടോ. എല്ലാവർക്കും ജനറൽ റീഡിങ്സ് ഓക്കെയാണ്. ചിലർ മാത്രമാണ് ഇടയ്ക്കൊക്കെ വന്നിട്ട് വല്ല കാലത്തും വന്നിട്ട് എന്തെങ്കിലും തരികടകൾ പറയുന്നത്. അതവർക്ക് ഒന്നെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാവാം, അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിവില്ലാത്ത പോലെ പെരുമാറുന്ന ആളുകളും ഉണ്ടല്ലോ നമുക്കിടയിൽ. അത്രേ നമുക്കതിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മുടെ ആരുടെയും എനർജി സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരാളുടെ പേര് തന്നെ, ഇപ്പോൾ അഖിലെന്ന് പറയുന്ന ഒരാളുടെ പേര് തന്നെ എടുത്ത് ഇങ്ങനെ റീഡിങ്സ് ചെയ്ത് പോകുന്നതല്ല ജനറൽ റീഡിങ്സ്. ജനറൽ റീഡിങ്സ് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിച്ച് കിട്ടുന്ന ഒരു എനർജി, ഇന്ന് ഈ റീഡിങ്സ് ഇന്ന ക്വസ്റ്റ്യൻ കൊടുക്കാമെന്ന് ചിന്തിച്ച് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മളിത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും നമ്മൾ പറയേണ്ടി വരുന്നത്. അതുപോലെയുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ക്ലാരിറ്റി വരുത്തണം, നിങ്ങൾക്കത് കറക്റ്റ് ചെയ്ത് തരണം. എന്നാലാണ് നമ്മൾ ഈ റീഡിങ്സിൽ എടുക്കുന്നത് കൊണ്ട് ഫലമുള്ളൂ എന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ, നിങ്ങളുടെ മാനസിക വിഷമം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന എനർജിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഹയറോഫൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ബന്ധങ്ങളൊക്കെ ഇവിടെ മധ്യസ്ഥതയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഫാമിലി എനർജിയുടെ പ്രസൻസ് ആണ് കാണുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുടെ പ്രസൻസ് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അഡ്വൈസിങ്, മധ്യസ്ഥത നടത്തിയിട്ടുള്ള, അതായത് രണ്ട് വ്യക്തികളെയും നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഒരു പക്ഷേ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ബന്ധമായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും നിങ്ങളൊരു ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിലനിന്ന് പോയിട്ടുള്ള ബന്ധമാവാം. അല്ലെങ്കിൽ ലീഗൽ പരമായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന റിലേഷനാവാം. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജിയുടെ പ്രസൻസ് കണക്റ്റഡായി നിൽപ്പുണ്ടെങ്കിലും
നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സ് എനർജി, നിങ്ങളുടെ മാനസികപരമാകുന്ന ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ ഏത് എനർജിയിലാണോ നിൽക്കുന്നത് അത് അവരിലേക്ക് 100% കണക്റ്റഡ് ആകുന്നുണ്ട്. അവരിലും അത് ചെന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി അറിയുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ അത് സിംഗിൾ എനർജിയിലാണെങ്കിലും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിലും നിങ്ങൾ ഏത് എനർജിക്ക് വേണമെങ്കിലും ജനറൽ റീഡിങ്സ് കണക്റ്റ് ചെയ്യാം. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ അനുഭവിക്കുന്ന മാനസികപരമാകുന്ന ഏത് സിറ്റുവേഷൻസ് ആണോ, നിങ്ങൾ പോസിറ്റീവായിട്ടാണ് പോകുന്നതെങ്കിൽ അത് അതേപോലെ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ നെഗറ്റീവ് ആണെങ്കിൽ അതേ അവസ്ഥ തന്നെ അവർ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ഒരു സ്റ്റക്ക് എനർജിയിലാണ്, നോ കോണ്ടാക്റ്റ് എനർജി ആവാം, ലെസ് കോണ്ടാക്റ്റ് ഉള്ളവരുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ബന്ധം, ഇതിൽ കണക്റ്റഡ് ആയ വ്യക്തികളുടെ റിലേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം പോസിറ്റീവായിട്ട് പോകുന്ന ബന്ധമല്ല. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മൂവ് ഓൺ ചെയ്തു പോയി എന്ന് ഭയപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഇതിനകത്ത് വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തിരിച്ചു വരാതെ പോയ ചില എനർജികളുടെ പ്രസൻസ് കൂടി ഇതിൽ കണക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും കണക്റ്റഡ് ആവില്ല എന്ന ആ ഒരു സ്ട്രോങ് എനർജിയിൽ നിൽക്കുന്ന ബന്ധവും ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് തന്നെ വന്ന് നിൽപ്പുണ്ട്. തീർച്ചയായിട്ടും നമുക്കിതിൽ പറയാൻ സാധിക്കുന്നത് ഒരു ട്രാപ്പിഡ് എനർജിയാണ്. അതായത് ഓർമ്മകളിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. സാറ്റിസ്ഫൈഡ് അല്ല, ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ പേടിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജിയെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് ചിന്തിക്കുമ്പോൾ ഭയം ഉള്ളിൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു ഫീലിംഗ് സ്റ്റക്നെസ്, അവർക്ക് ഒരു രീതിയിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത വിധം ഒരു കർമ്മ എനർജിയും നിങ്ങളുടെ പേഴ്സണിൽ പിടികൂടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഓർമ്മയിൽ എപ്പോഴും നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ്, ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ നിർബന്ധിച്ച് ഈ ഒരു ബന്ധത്തിലേക്ക് കണക്റ്റ് ചെയ്തെടുത്തത്. ചില വ്യക്തികളിൽ ഈ ഒരു വ്യക്തി തന്നെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി തന്നെയാണ് ഈ ഒരു ബന്ധത്തിന് എഫോർട്ട് എടുത്തതും ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളെ കൂടി കണക്റ്റ് ചെയ്യിപ്പിച്ചതും. ആഴത്തിൽ ഈ ഒരു റിലേഷനിൽ ഒരു ആഴത്തിലുള്ള ഒരു എനർജി കണക്റ്റ് ചെയ്തതും നിങ്ങളിൽ നിന്നും ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ തന്നെ ആയിരുന്നു പാസ്റ്റിലെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഇമോഷണലി കണക്റ്റഡ് ആവാൻ, അതായത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനും അമിതമായിട്ട് ഇമോഷൻസിനെ പ്രകടിപ്പിക്കാനും കഴിയുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് ഏതൊക്കെ രീതിയിലാണെങ്കിലും അത് നൽകി തൃപ്തിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ എനർജി ആയിരുന്നു പാസ്റ്റിലെന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു അത്ഭുതം പോലെ തോന്നുന്നുണ്ടാവാം ഈ ഒരു പേഴ്സണിലെ ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെരുമാറ്റ രീതി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ഭുതം തോന്നിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ എനർജിയിലാണ്. പക്ഷേ നിങ്ങളുടെ ഇമോഷൻസിനെ ആ ഒരു വ്യക്തിക്ക് നല്ല പോലെ കണക്റ്റഡ് ആകുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള പാസ്റ്റിലെ ഈ ഒരു ബന്ധത്തിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, ഈ ബന്ധം ഏതെല്ലാം തലത്തിലൂടെ കടന്നുപോയി എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തി ഓർമ്മയിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ശരിക്കും ഫീലിംഗ് സ്റ്റക്കാണ്. ഈ വ്യക്തിക്ക് പുതിയതായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങളെന്ന് പറയുന്ന എനർജിയുടെ ഫീലിങ്സിൽ സ്റ്റക്കാണ് എന്നുള്ളത് 100% നമുക്ക് ഉറപ്പുണ്ട്. അത് ചിലരെ സംബന്ധിച്ച് ഹാപ്പിനെസ് ആണെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഭയമാണ്. അതായത് ചെയ്തു പോയ തെറ്റിനെ ബേസ് ചെയ്ത് പേടിക്കുന്നു, വരാൻ പോകുന്ന ചില വിപത്തുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു വ്യക്തികളുടെ എനർജികൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ചിലരെല്ലാം വളരെയധികം ബോണ്ടുള്ള ഫാമിലി എനർജിയും കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരുടെ സിറ്റുവേഷൻസിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു കാണാൻ നല്ല രീതിയിൽ. ചിലരെ സംബന്ധിച്ച് ഫാമിലിയുടെ ചില ഇടപെടലുകൾ നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഫാമിലി നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു, നല്ല ഗൈഡൻസ് നൽകിയിട്ടുള്ളതും സാമ്പത്തിക ഭദ്രത നൽകിയിട്ടുള്ളതുമായ സിറ്റുവേഷൻസ് കാണുമ്പം ചില എനർജികളിൽ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് ഫാമിലി തന്നെ ഇതിനകത്തൊരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചിട്ടുണ്ട്.
ആക്ഷൻ എടുപ്പിച്ചിട്ടുള്ള സിറ്റുവേഷൻസ്, അതായത് മുന്നും പിന്നും നോക്കാത്ത തരത്തിൽ, വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാത്ത തരത്തിലുള്ള ചില ആക്ഷൻസുകൾ എടുപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം ഇപ്പം ഫാമിലിയും ഇല്ല, നിങ്ങളുമില്ല. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒറ്റപ്പെടലിൻ്റെ ഒരു ഫീലിങ്സിലാണ് നിൽക്കുന്നത്. എന്താണോ നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സമായിട്ട് പാസ്റ്റിൽ വന്നത്, എന്താണോ നിങ്ങളുടെ ബന്ധത്തിനകത്ത് പ്രോബ്ലംസുകൾ സൃഷ്ടിച്ച കാരണം, അത് ഇന്ന് കറൻറ്റ്ലി ആ ഒരു പേഴ്സൻ്റെ ഒപ്പമില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നലും, നിങ്ങൾ അവരെ വെയിറ്റിംഗ് ചെയ്യുന്നു, അതായത് ഒരു എന്താ പറയുക, ഒരു ഫൈറ്റിംഗ് പോലുള്ള ഒരു എനർജിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു, നിങ്ങൾ ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നു എന്നതെല്ലാം തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു എനർജിയാണ്. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു പേഴ്സണിൽ നിന്നും മുഖം തിരിച്ചു പോയോ എന്നുള്ളൊരു ഭയവും അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലരുടെ എനർജികളിൽ നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നു, അതായത് ഒരു പകയോടുകൂടി നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഉൾഭീതി അവരെ ശരിക്കും പിടിച്ച് ഉലയ്ക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആൻസൈറ്റി, ഡിപ്രഷൻ എനർജിയാണ് പാസ്റ്റിൽ സംഭവിച്ചു പോയ, അല്ലെങ്കിൽ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ ബേസ് ചെയ്ത് അവർക്ക് ഉൾഭയവുമുണ്ട്, മുന്നോട്ടേക്ക് ഫ്യൂച്ചറിനെയും പേടിക്കുന്നുണ്ട്. ഷെയറിങ് ചെയ്യാൻ ആരും തന്നെയില്ല. അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ, പ്രോബ്ലംസുകൾ, തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിന് ഒരു ഡാർക്ക് എനർജിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നു. അതായത് ഒരു കർമ്മയിലേക്ക്, അതായത് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവരനുഭവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് നമ്മളുടെ ഈ ഒരു എനർജികൾ കണക്റ്റ് ചെയ്യുന്ന വ്യക്തികളുടെ അവസ്ഥ എന്നുള്ളതിന് 100% നമുക്ക് എഴുതി തരാൻ പറ്റും. അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വീഴ്ച വരുത്തിയത്, അതായത് ഏറ്റവും നല്ല രീതിയിൽ പോയ ഈ ഒരു റിലേഷനിൽ ശക്തമാകുന്നൊരു വീഴ്ച വരുത്തിയത് ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ആണെന്നുള്ളതും ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ചിന്തകളിൽ വരുന്നുണ്ട്. ആ ഒരു ഹാപ്പി ഫാമിലി, നല്ലൊരു കുടുംബ ജീവിതം, കുടുംബ ഭദ്രത, അല്ലെങ്കിൽ നല്ലൊരു ഇമോഷണൽ ബാലൻസോട് കൂടി പോയ സിറ്റുവേഷൻസിൽ ഒരു വീഴ്ച വന്നത്, അല്ലെങ്കിൽ ഒരു തകർച്ചയിലേക്ക് അത് എത്തിച്ചത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി പ്രസൻസ് ആണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അവർ മറ്റൊരിടത്തേക്ക് അവരുടെ സാമീപ്യം, അവരുടെ സപ്പോർട്ട് എല്ലാം നൽകിയ ഒരു സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ നിങ്ങളുടെയും ബന്ധത്തിനിടയിൽ അത് നല്ലൊരു കുടുംബ ലൈഫിലാണെങ്കിലും, ഒരു കുടുംബ ജീവിതത്തിലേക്ക് എത്തിച്ചേരേണ്ട ജീവിതത്തിലാണെങ്കിലും, അതുപോലെ നല്ല ഇമോഷണലി അവർക്ക് ലഭിക്കാത്ത പല ഇമോഷൻസും സപ്പോർട്ടും കെയറിങ്ങും എല്ലാം ലഭിച്ച ഒരു സിറ്റുവേഷൻസിൽ അവരെ സംബന്ധിച്ച് അതിൻ്റെ അത്ര നല്ല ഇതിൽ പോയ ആ ഒരു ബന്ധത്തിൽ വന്ന ഈ ഒരു വീഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി പ്രസൻസ് ആണ്. ഒരു പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തി. സാമ്പത്തികപരമായിട്ടാവാം, അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടാവാം, അല്ലെങ്കിൽ ചില കൊടുക്കൽ വാങ്ങലുകളെ ബേസ് ചെയ്താവാം. നിങ്ങളേക്കാൾ കൂടുതൽ ഒരു പിടി മുന്നിൽ അവർക്ക് ഈ ഒരു എനർജീനെ കാണേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കാർമിക് എനർജിയുടെ പ്രസൻസോ, അതായത് കുറച്ച് പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരിക, ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് കണക്ഷൻസോ മുൻകാലങ്ങളിലെ ചില പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങളെ ഈ ഒരു ബന്ധത്തോട് കൂടി കണക്റ്റ് ചെയ്ത് പിടികൂടി എന്നും നമുക്ക് പറയേണ്ടി വരും കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സ്ട്രഗിളിങ്ങിൻ്റെ ഒരു സമയം, ഒരു ചെറിയ രീതിയിലൊരു ഡൗൺ ടൈം എനർജി ഉണ്ടായിരുന്നു. അത് ഈ ഒരു ബന്ധത്തിന് ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി എന്ന് തന്നെ പറയാൻ സാധിക്കും. ശരിക്കും അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വന്ന് ചേരണം, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം. നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതേസമയം ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ആ ഒരു ചെറിയ മറ, നിങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ ബൗണ്ടറീനെ ഒന്ന് അവസാനിപ്പിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് നല്ലൊരു ധാരണയിൽ എത്താൻ പറ്റിയിരുന്നെങ്കിൽ, മനസ്സ് തുറന്ന് ആ പാസ്റ്റിലെ എനർജിയിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന് വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് ഇച്ചിരി മോശമായ രീതിയിൽ അവർ ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മറ്റ് ചില നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവാം.
എന്താണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രതിസന്ധികളായിട്ട് മറ്റ് പല എനർജികളും കണക്ട് ചെയ്ത് നിൽപ്പുണ്ടാവാം. അവരൊരു ഭയപ്പെടുന്നു, ആഗ്രഹിക്കുന്നു പക്ഷേ ഭയപ്പെടുന്നു എന്നൊരു എനർജി കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ടേക്കൊരു യാത്രയാണ് ആഗ്രഹിച്ചിരുന്നത്. ജീവിതത്തിൽ ഒരുമിച്ച് പോകണം, ലൈഫ് ലോങ് കണക്ട് ചെയ്ത് പോകണം എന്നുള്ള ആ ഒരു സ്വപ്നം അവസാനിച്ചു, പാതി വഴിയിൽ അവസാനിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മൂവ് ഓൺ ചെയ്തോ, നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഒരു പേഴ്സണിൽ നിന്നും അകന്നു പോയോ എന്നുകൂടി അവർ ചിന്തിക്കുന്നുണ്ട്. അവരെ ഇടയ്ക്ക് മനസ്സിലാക്കുന്നത് അവരിച്ചിരി ഓവർ ആയിട്ടുള്ള അവരിച്ചിരി ഓവർ കൺട്രോളിങ് നിങ്ങളിൽ അവർ പുലർത്തി എന്നുള്ളൊരു തോന്നൽ അവരിലുണ്ട് കേട്ടോ. ചിലപ്പോൾ അവരിച്ചിരി മെച്യൂരിറ്റി കൂടുതൽ ചിന്തിച്ച് കാണും, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിൽ അതവർ കാണിച്ചിട്ടുണ്ടാവാം. നിങ്ങളെ അവർ വാല്യൂ കൽപ്പിക്കാതെ നിങ്ങളെ അവരൊരു കൺട്രോൾ എനർജിയിൽ നിർത്തി എന്നുള്ളൊരു കുറ്റബോധം അവരുടെ ഇടയിൽ ശരിക്കും സ്ട്രോങ് ആയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് തരേണ്ടത് പ്രൊട്ടക്ഷൻ ആയിരുന്നു, കെയറിങ്, അതുപോലെ തന്നെ സ്നേഹം, നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്നൊരു ഫ്രീഡം, ഇതെല്ലാം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ നൽകാത്ത രീതിയിൽ, നിങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഒരുപാട് സമയങ്ങളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു ബിഹേവിയർ എന്നുള്ളതും അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നതിന് അവർക്ക് തെറ്റായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ടു ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കൺഫ്യൂഷനാണ്, കുറ്റബോധവും നല്ലപോലെ അവരെ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു എനർജിയുടെ കർമ്മ അവരെ പിടികൂടുന്നുണ്ട് കേട്ടോ, ശക്തമായിട്ടും. അതുപോലെ കുറ്റബോധം വളരെയധികം സ്ട്രോങ് ആയിട്ട് അവരെ കണക്ട് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും അവരേതാണോ അവരുടെ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിലനിൽക്കുന്നത്, ഒരു പക്ഷേ ചിലരുടെ എനർജിയിൽ ഫ്രണ്ട്ഷിപ്പ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ. സൗഹൃദമായിട്ട് നിന്ന വ്യക്തികൾ ശക്തമായിട്ട് നിങ്ങൾക്കെതിരെ കളിച്ചിട്ടുണ്ട്. അതുപോലെ തേർഡ് പാർട്ടി ലേഡി പ്രസൻസ് അല്ലെങ്കിൽ ജെൻസിൻ്റെ ആ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ എനർജിയുടെ പ്രസൻസും തേർഡ് പാർട്ടിയായിട്ട് ഈ ഒരു എനർജിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളെ കണക്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയുമായിട്ടും ഒരു ചില വ്യക്തികളിൽ ശക്തമായ കണക്ഷൻസ് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് ഒരു സ്തംഭന അവസ്ഥയാണ് കാണുന്നത്. ഒരു തീരുമാനമെടുക്കണം, ഉറച്ചൊരു തീരുമാനത്തിലേക്ക് വരണം എന്നുള്ള ഒരു എനർജി കൂടി കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന എനർജീനെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് ചെറിയ രീതിയിലൊരു ബൗണ്ടറി ഉണ്ടെങ്കിലും, നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള ഒരു അകലം കാണിക്കുന്നുണ്ടെങ്കിലും, കുറച്ച് ഈഗോ എനർജി ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ ആ ഒരു എലോൺ ടൈമർ, അവരൊറ്റയ്ക്കുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന സമയത്ത് ഈഗോ പൂർണ്ണമായിട്ടും അവസാനിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് കുറ്റബോധമുണ്ട്. അവർക്ക് ഒരു ഇമോഷണൽ പരമാകുന്ന ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടേതാകുന്ന ഒരു ലൈഫിലുള്ള പോസിറ്റീവാകുന്ന ഒരു കാര്യങ്ങളിലും അവർക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു സ്ട്രഗ്ലിംഗ് എനർജി അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. നിരാശ ശക്തമായിട്ട് അവരെ പിടികൂടുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരെ ആ ഒരു അവരുടെ സോൾ എനർജിയിലാണ് നിരാശ. നമ്മളിപ്പോൾ പൊതുവെ വളരെ സന്തോഷമായിട്ട് നമ്മുടെ ചുറ്റുപാട് വളരെ സന്തോഷമാണെങ്കിൽ നമ്മൾ ചിന്തിക്കാറില്ല, ഇടയ്ക്ക് വല്ലാത്തൊരു പെയിൻ തോന്നുന്നു, അല്ലെങ്കിൽ വല്ലാത്തൊരു വിരക്തിയും എല്ലാത്തിനും ഒരു മടുപ്പ് തോന്നുന്നു എന്ന് നമുക്ക് തോന്നുന്ന അതേ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല. ഇവരുടെ സിറ്റുവേഷൻസും ഇവരിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നിലും അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റാത്ത വിധമുള്ളൊരു എനർജിയാണ്. അതായത് അവർ ചെയ്ത ചീറ്റിങ്, അവർ ശരിക്കും ശക്തമായിട്ട് നിങ്ങളോട് ചീറ്റിങ് എനർജി ചെയ്തു. അതായത് അവർ അറിഞ്ഞു വെച്ച് തന്നെയാണ് ആ ചില പ്രവർത്തികൾ നിങ്ങളോട് ചെയ്തതെന്നുള്ളത് അവരെ വല്ലാതെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഇച്ചിരിയൊക്കെ അവർ ഇമോഷണൽ ബാലൻസോട് കൂടി, മെച്യൂരിറ്റിയോട് കൂടി, ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊരു മെച്യൂരിറ്റി, അതായത് എടുത്തുചാട്ടം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ അവർക്കൊരു ചേഞ്ചിങ് വരുന്നുണ്ട്. കുറച്ച് റിലാക്സ് ആയിട്ടും പോസിറ്റീവായിട്ടും കാര്യങ്ങളെ കാണണമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കിങ് ഓഫ് വാൻസ് ആണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ശക്തമാകുന്ന ഒരു ഈഗോ അല്ലെങ്കിൽ ശക്തമാകുന്ന ഒരു ബൗണ്ടറിയൊക്കെ തീർക്കുക. അതായത് അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി കൂടുതലാണ്. കാരണം അവരായിട്ട് ബൗണ്ടറി ഇട്ടാൽ പിന്നെ അതിലേക്ക് ആരും കണക്റ്റഡ് ആവരുത്, അവരുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ആരും കടന്നു വരരുത് എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഇവരെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന അവരുടെ ക്യാരക്ടർ എനർജി അങ്ങനെയാണ്.
അവരാരെ ഫോക്കസ് ചെയ്യില്ല, അവരാരോടും കാര്യങ്ങൾ കണക്റ്റ് ചെയ്യില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ, അവരുടേതാകുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ പവറൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു കമാൻഡിങ് എനർജിയാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന, ഇമോഷൻസിനേക്കാൾ കൂടുതൽ. അത് ഇവരെ സംബന്ധിച്ച് ഇപ്പം ലോസായി വരുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും സ്റ്റക്കാണ് അവർ കേട്ടോ. കാരണം അവരെ സംബന്ധിച്ച് ഫൈറ്റിംഗ് ആണ്. ഒന്നിലധികം സാഹചര്യങ്ങളിലും അവരെവിടെയൊക്കെ നിന്നാലും അവിടെയെല്ലാം ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയും, അവരെ ഇരയാക്കപ്പെടുത്തുന്നു, എല്ലാവരും അവരെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട്സുമൊക്കെ ഇവരെ പിടികൂടിയിരിക്കുകയാണ്. ശരിക്കും ഇവർക്കൊരു പ്രോബ്ലംസും ഇല്ല, ഇവരുടെ ചിന്തകൾ തന്നെ ഇവരെ ശരിക്കും മിസ്യൂസ് ചെയ്യുന്നവരെ തകർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനെല്ലാം കാരണം നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷണൽ പെയിനും നിങ്ങളുടെ ആ ഒരു എനർജി അവരിലേക്ക് കണക്റ്റഡ് ആകുമ്പം അവർക്ക് എത്രത്തോളം പവറുണ്ടോ അത്രത്തോളം അവർ താഴേക്ക് ലോസ് എനർജിയിലേക്ക് മാറിപ്പോകുന്നതായിട്ട് അവർ പോലും അറിയാതെ അവരുടെ സോള് ഡൗൺ ആകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരെ സംബന്ധിച്ച് അവർ വെയിറ്റിംഗ് ചെയ്യുന്നു എന്നാണ് കേട്ടോ. അതുപോലെ നിങ്ങളോട് അവർ നിരാശയോടുകൂടി തന്നെ, മാപ്പ് ചോദിക്കുന്ന ഒരു എനർജിയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളോട് കാണിച്ച ഓവർ കൺട്രോളിങ്, പൊസസീവ്നെസ്, നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് പെടുത്തി കഴിഞ്ഞിട്ട് അവർ നിസ്സാരമായിട്ട് നിങ്ങളെ ആ ഒരു ഇമോഷൻസിലേക്ക് തള്ളിയിട്ടിട്ട് മാറിപ്പോയത് അവരെ സംബന്ധിച്ച് നിരാശയാണ്, കുറ്റബോധമാണ്. അവർ വളരെയധികം മാപ്പ് ചോദിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. മാത്രവുമല്ല അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ആ ലവേഴ്സ് എനർജിയാണ്. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുത്തപ്പം നിങ്ങളുടെ യഥാർത്ഥ സ്നേഹവും നിങ്ങളുടെ സാന്നിധ്യവും പ്രസൻസ് എല്ലാം അവരിൽ നിന്നും മറന്നു പോയിരുന്നു എന്നതാണ് അവർ ഏറ്റവും കൂടുതൽ വേദനയോടുകൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് അവർക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ലൊരു പാർട്ട്ണർ, അവരുടെ സോൾ കണക്ഷൻസ്, ഡിവൈൻ അനുഗ്രഹിച്ച് നൽകിയ ഒരു പ്രസൻസ് നിങ്ങൾ തന്നെയാണ് എന്ന് ഇന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അന്ന് അവരത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അതിനെ ആഴത്തിൽ അറിയാനോ പറ്റാതെ പോയി എന്നുള്ളൊരു കുറ്റബോധം അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ തീർച്ചയായിട്ടും ആരോടൊക്കെ അറിയുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതുകൂടി അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയൊരു തുടക്കം തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുകയല്ല, അവരത് നേടിയെടുക്കുമെന്നാണ് കാണിക്കുന്നത്. അവരിലേക്ക് മാത്രം ഉൾവലിഞ്ഞ് നിൽക്കുന്നത് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ളതും, അതുപോലെ ഒരു സൺറൈസിങ്, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സക്സസ് ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആകുമെന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡബിൾ എനർജി പ്രസൻസ് വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ നിരാശയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങൾക്കും കാരണം കർമ്മ തന്നെയാണ്. ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് കർമ്മയാവാം, നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു വിധിയാണ് ഈ അവസ്ഥകളിലൂടെ. അതായത് നിങ്ങൾക്കിടയിൽ സെപ്പറേഷനും ഫൈറ്റിങ്ങും കൺഫ്യൂഷനും അതുപോലെ തന്നെ മറ്റ് തെറ്റിദ്ധാരണകളും എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് വിധിയാണ് എന്നവർ ചിന്തിക്കുന്നു.